ശ്രീ അരുൺ മോഹൻ, ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത, ഒപ്പം അതിൻ്റെ പ്രസക്തി എന്താണ്? ബാക്കിയുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ തന്നെ കാലക്രമേണ നടത്തുന്നതാണ്, നിലപാട് മാറ്റവുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടതിൻ്റെ അനിവാര്യത എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം. PM ശ്രീയെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നു എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഈ രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ള കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ഉൾപ്പെടെ സംസാരിക്കുന്ന സമയത്ത് അവരാരും സത്യസന്ധമായി പറഞ്ഞാൽ എതിർക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PM ശ്രീയെ കുറിച്ച് പഠിക്കാത്തവരാണ് ഈ മറിച്ചൊരു അഭിപ്രായം പറയുന്നത്. ഇപ്പം കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? BJP മാത്രമാണോ കൊണ്ടുവന്നത്? ഇനി അതല്ല കാവ്യവൽക്കരണമാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. സബ്ജക്ട് ഓറിയന്റഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോരോ ഹിസ്റ്ററിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, സയൻസിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അത് ഞാനും പരിശോധിച്ച 7ാം ക്ലാസ്സിലുള്ള ഒരു കാര്യം NCERTയുടെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം വന്നായിരുന്നല്ലോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യം 9ാം ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് എത്രയോ തവണ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊന്നും അന്നൊന്നും വിവാദമായിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ വിവാദമാകുന്ന സമയത്ത് അത് അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം എന്നുള്ളതിൽ കവിഞ്ഞ് അതിൽ ഒരു ഗൗരവം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത്തരം കാര്യങ്ങൾ. എന്റെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഒരു 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ വില വരുന്ന ഒരു സ്മാർട്ട് ബോർഡ് എന്റെ സ്കൂളിലെ ഒരേ ഒരു ക്ലാസ് റൂമിൽ മാത്രമേ ഉള്ളൂ. PM ശ്രീയുടെ ഭാഗമൊന്നും അല്ലെന്ന് പറഞ്ഞാലും കുട്ടികളിലേക്ക് കൂടുതൽ അറിവുകളെ നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടുപിടിക്കാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ എന്താ പറയാ, ഇപ്പൊ എന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്. ഇപ്പം ഇവർ പഠിക്കുന്ന ഒരു തിയറി, ബയോട്ട്-സവാർട്ട്സ് ലോ, ഗോസ് തിയറം. തിയറി ജസ്റ്റ് ഞാനൊന്ന് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഗോസിയൻ സർഫസ് വളരെ പെട്ടെന്ന് തന്നെ വലിയ സ്ക്രീനിൽ പ്രത്യക്ഷമാകുന്നു. എനിക്ക് വളരെ അന്നേരം തന്നെ മാർക്ക് ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തതിന്റെ റേഡിയസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. മൊമെന്റത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളെ പഠിപ്പിച്ച. ഇപ്പം സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിനെ പ്രോട്ടോണിനെ ഒക്കെ കാണാൻ സാധിക്കുന്നു. അപ്പൊ അതൊരു പാർട്ടിക്കിൾ ആണ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നു. അതിന്റെ മൊമെന്റത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ ആവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാഠഭാഗങ്ങൾ കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങൾ കണ്ടന്റ് അവർക്ക് മനസ്സിലാകുന്നു എന്നുള്ളതും കൂടിയാണ്. കാണാപ്പാഠം പഠിച്ച് എഴുതുന്ന കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകളെല്ലാം ഇങ്ങനെ മാറേണ്ടതല്ലേ എന്നുള്ളതാണ്. ഈ ഒരു ക്ലാസ് റൂമിൽ മാത്രം 3 ലക്ഷം രൂപ മുടക്കി ഒരു ബോർഡ് അങ്ങനെ വാങ്ങിച്ചു വെച്ച് എന്റെ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ ക്ലാസ് റൂമിലും അങ്ങനെ വാങ്ങുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ കാര്യമല്ല. ഇത് പ്രൈമറി എന്ന് തിരിച്ച്, സെക്കൻഡറി എന്ന് തിരിച്ച്, ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരെ ഇത്തരത്തിലുള്ള, ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് സൂചിപ്പിച്ച സമയക്കുറവുണ്ട്, ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. അതിന് ഒരു 60% വിഹിതം കേന്ദ്രവും 40% സംസ്ഥാന വിഹിതവും കൂടി ചേർന്നിട്ട് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇപ്പം PM ശ്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ അറിയാമല്ലോ, പല പദ്ധതികൾ സ്കിൽ ഡെവലപ്മെന്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏർപ്പെട്ടിരിക്കുന്നതിൽ നാളെ ഈ വിദ്യാർത്ഥിക്ക് പങ്കാളിയാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുമ്പൊക്കെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിനായിട്ട് ഒരു കുട്ടി പോവുകയാണ്, സെപ്പറേറ്റ് ആണ്. ഇപ്പം പോളിടെക്നിക്കുകളിലാണെങ്കിലും ITIകളിലൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് കോഴ്സാണ്. അതിന് പോകുന്നതിന് ഇലക്ട്രിക്കല്, പ്ലംബിങ്, ഇത് കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന കാര്യത്തെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ നമ്മൾ വീണ്ടും സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പ്രായോഗിക തലത്തിൽ ഇതുവരെ നാം പരാജയമായിരുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പ്രായോഗിക തലത്തിലേക്ക് അത്തരം കാര്യങ്ങളെ എത്തിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളും അഡ്വാൻസ്ഡ് ആവും. ഇപ്പം ഒരു വല്ലാത്ത വിഷമം ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 35% മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളെ മാത്രമായി പാസ് എന്നുള്ള രീതിക്കുള്ള പരിപാടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 30% മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്ന കുട്ടികളെ മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. ആ രീതിയിൽ തന്നെ വാല്യുവേഷൻ വേണമെന്ന് പറഞ്ഞ സമയത്ത് വളരെയധികം സന്തോഷിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. ദൗർഭാഗ്യവശാൽ പിന്നീട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു കുട്ടിയും പരാജയപ്പെടാൻ പാടില്ല എന്നൊരു സർക്കുലർ രണ്ടാമത് വന്നു. എത്ര മാത്രം കേരളം അത് ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരു കുട്ടിയും പരാജയപ്പെട്ട് പോകരുതെന്ന് ചിന്തിക്കുന്ന അധ്യാപകർ ഒരുപാട് പേരുണ്ട്. എന്നെ പോലെയൊക്കെ തന്നെ ഒരുപാട് അധ്യാപകരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന അധ്യാപകരുണ്ട്. ഈ വന്നിട്ട് ഒപ്പിട്ടിട്ട് എതിലേലും പോകുന്ന പരിപാടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. 3 മാസം കൂടുമ്പോൾ അധ്യാപകർ നടത്തുന്ന ട്രെയിനിങ് പോലും കേരളം പോലും സംസ്ഥാനത്ത് കൃത്യമായിട്ട് നടക്കുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അധ്യാപക സംഘടനകളുടെ രാഷ്ട്രീയം ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികം ഇല്ലായ്മയാണ്. 850 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ഇല്ല കേരളത്തിൽ. ഞാൻ ഇത് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയമാനം പറയരുതെന്ന് ബഹുമാനപ്പെട്ട രോഹിണി പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ പറയാതിരിക്കാൻ സാധിക്കും? 1136 മറ്റോ സ്കൂളുകൾക്ക് കേരളത്തിൽ ഫിറ്റ്നസ് ഇല്ല.
എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരു വലിയ കുറവെന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞു വെച്ചത്. കാര്യം ചെറിയ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാത്തത്? KSCBയുടെ NOC കിട്ടിക്കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടാവുന്ന സ്കൂളുകൾ 850 സർക്കാർ സ്കൂളുകളിൽ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു 300 ചില്ലുവാൻ എണ്ണം KSCBയുടെ പെർമിഷൻ ഇല്ലായ്മ കൊണ്ട് മാത്രം കെട്ടിടത്തിന്റെ എല്ലാം പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. എന്റെ സ്വന്തം സ്ഥലമായ എഴുമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നല്ല കെട്ടിടമൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? സർക്കാരിന്റെ തന്നെ 2 വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വളരെ നിഷ്പ്രയാസമായി അതിന് ഫിറ്റ്നസ് വാങ്ങും. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ കേരളത്തില് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ലൈൻ കമ്പി പാസ് ചെയ്യാണ് കുട്ടികൾ, അതിന് മുകളിൽ കയറി ഒരു കുട്ടിക്ക് ധാരണ അന്ത്യം പോലും ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഗൗരവം കുറച്ച് കാണേണ്ടതാണ്. ഇത്തരം ഉദാസീനത, സാമ്പത്തികത്തിന്റെ പോരായ്മ, അതേപോലെ കെടുകാര്യസ്ഥത, ഇത്തരം വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് സാമ്പത്തികം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സാമ്പത്തിക സഹായത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അധ്യാപകർക്ക് നൽകുന്ന പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ഇപ്പൊ BEdന്റെ കരിക്കുലം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. കാര്യം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിയുടെ ഉള്ളിൽ കിടക്കുന്ന സംഗീതത്തെയാണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. ഇന്ന് അത് കരിക്കുലത്തിന്റെ ഭാഗമായി. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് എക്സ്ട്രാ കരിക്കുലം ഇല്ല. മുമ്പ് നമ്മൾ എക്സ്ട്രാ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ പാർട്ടാവുകയാണ്. അപ്പൊ കുട്ടിയുടെ ചോയ്സ് എവിടെയാണ്, അവന്റെ താല്പര്യം എവിടെയാണ്, അതിനനുസരിച്ച് ഉപരിപഠനത്തിന് അവന് വേദി ഒരുക്കും. സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാം സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്നും പിന്നീട് പ്രവർത്തിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കും. ഇതൊക്കെയല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. വെറുതെ കാണാപ്പാഠം പഠിപ്പിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് അത് ഇതിനകത്ത് ഛർദ്ദിച്ചു വെച്ച് ഇപ്പം ആഡ് ചെയ്യാൻ സമയത്ത് ഇപ്പോഴും കയ്യിൽ കൂട്ടിയെടുത്ത് പെട്ടെന്ന് പറയുന്ന കുട്ടികളുണ്ട്. പെട്ടെന്നാണെങ്കിലും പതുക്കെയാണെങ്കിലും അവൻ ഇന്നും ആ കാലഘട്ടത്തിൽ ഇരിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ള അവയർനെസ് ആണ് അവന് കിട്ടിയത്. ChatGPTയുടെ കാലഘട്ടത്തിൽ ബോർഡിൽ എഴുതി കൊടുത്ത് അത് ഡസ്റ്റർ കൊണ്ട് തൂത്ത് വർത്തമാനം പറയുന്ന കുട്ടിയെ ചോക്ക് കൊണ്ട് എറിയുന്ന അധ്യാപകന്റെ കാലം പോയി. അവൻ ഇന്ന് അവന് കിട്ടാവുന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് പഠനം കൂടുതൽ രസകരമാക്കുന്നത്, ലളിതമാക്കുന്നത് അവൻ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനായി ഒരു പദ്ധതി വരും. അധ്യാപകരെ അതിനെ പ്രാപ്തരാക്കി മാറ്റുന്നു. ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയിൽ നാം എന്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ തീർച്ചയായും, കാരണം നൂതന അധ്യാപന രീതികളും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെ തന്നെയാണ് PM ശ്രീയിലൂടെ വിഭാവനം ചെയ്യുന്നത്.